തൃശൂരിലെ മണ്ണുത്തിയിൽ ഗൃഹനാഥനെ കെട്ടിയിട്ട് മർദ്ദിച്ച ശേഷം വൻ കവർച്ച. 45 പവൻ സ്വർണ്ണാഭരണങ്ങളുമായി മോഷ്ടാക്കൾ കടന്നുകളഞ്ഞ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. വീടിനെക്കുറിച്ചും കുടുംബാംഗങ്ങളുടെ സാന്നിധ്യമില്ലായ്മയെക്കുറിച്ചും കൃത്യമായി വിവരം അറിയാവുന്നവരാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന സംശയവും ശക്തമാണ്. തൃശൂർ മണ്ണുത്തിയിൽ ഗൃഹനാഥനെ കെട്ടിയിട്ട് മർദ്ദിച്ച ശേഷം വൻ കവർച്ച. ഉല്ലൂക്കര സ്വദേശി സോമശേഖരന്റെ വീട്ടിലാണ് പുലർച്ചെ നാടിനെ നടുക്കിയ സംഭവം അരങ്ങേറിയത്. പുലർച്ചെ 3 മണിയോടെയാണ് മോഷ്ടാക്കൾ വീടിന്റെ പിൻവശത്തെ ഗ്രിൽ തകർത്ത് അകത്തു കടന്നത്. ഉറക്കത്തിലായിരുന്ന 72-കാരനായ സോമശേഖരനെ കിടപ്പുമുറിയിൽ കെട്ടിയിട്ട ശേഷമാണ് കവർച്ച നടത്തിയത്. അലമാറയിൽ സൂക്ഷിച്ചിരുന്ന 43 പവൻ സ്വർണവും സോമശേഖരന്റെ കഴുത്തിലുണ്ടായിരുന്ന 2 പവൻ മാലയും ഉൾപ്പെടെ 45 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് മോഷ്ടാക്കൾ കവർന്നത്. കവർച്ച നടത്തിയ 3 പേരും ഹിന്ദി സംസാരിക്കുന്നവരായിരുന്നുവെന്നാണ് ഗൃഹനാഥൻ പോലീസിന് നൽകിയ മൊഴി. വിവരം ലഭിച്ചതിന് പിന്നാലെ മിനിറ്റുകൾക്കകം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. മോഷ്ടാക്കൾ രക്ഷപ്പെട്ടതോടെ കെട്ടഴിച്ച് പുറത്തിറങ്ങിയ സോമശേഖരൻ അയൽവാസികളെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ്, ഡോഗ് സ്ക്വാഡ്, ഫോറൻസിക് സംഘം എന്നിവരുടെ നേതൃത്വത്തിൽ വിശദമായ പരിശോധന നടത്തി. ഡോഗ് സ്ക്വാഡിന്റെ പരിശോധനയിൽ സമീപത്തെ മഠം വരെ പ്രതികൾ സഞ്ചരിച്ചതായി കണ്ടെത്തി. വീടിനുള്ളിൽ നിന്ന് ലഭിച്ച വിരലടയാളവും മറ്റ് ശാസ്ത്രീയ തെളിവുകളും അന്വേഷണത്തിന്റെ ഭാഗമായി പരിശോധിച്ചു വരികയാണ്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. സംഭവ സമയത്ത് സോമശേഖരൻ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നുവെന്നതും ഭാര്യയും മരുമകളും ബന്ധുവീട്ടിലേക്ക് പോയിരുന്നതും അന്വേഷണ സംഘം പ്രത്യേകം പരിശോധിക്കുന്നുണ്ട്. വിദേശത്തുള്ള മകന്റെ കുടുംബ വിവരങ്ങൾ ഉൾപ്പെടെ വീട്ടിലെ സാഹചര്യങ്ങൾ കൃത്യമായി അറിയാവുന്നവരാണോ കവർച്ചയ്ക്ക് പിന്നിലെന്ന സംശയത്തിനും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. മീഡിയ ടൈം, തൃശൂർ.